ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. അമ്മയും ഞാനും കൺമണിയും കൂടെ കോട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. മഴയുണ്ട്, അതാണ് ആൾ കുട നിർത്താൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഉള്ളിൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഫോൺ പോലും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികളുടെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് ഉള്ളിൽ വന്ന കാരണം നമുക്ക് ഒന്നിനും പറ്റില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വെളിയിലേക്ക് വരുവാണ് കേട്ടോ. കൺമണിക്ക് ആമ കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കൺമണി ഇതുവരെ ആമ കണ്ടിട്ടേ ഇല്ല കേട്ടോ എൻ്റെ കുട്ടി. അപ്പം ഞാൻ എന്നാൽ നീ ആദ്യമായിട്ട് കാണില്ല, ഇതാ നേരിട്ട് കണ്ടോന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡില്ല കേട്ടോ, അതാണ് അവിടെ ആരും ഇല്ലാത്തത്. അവിടെ ഫോട്ടോസ് എടുക്കാൻ മാത്രമേ എല്ലാവരും പോയി നിൽക്കുള്ളൂ. ആമ മീൻ കാണണമെങ്കിൽ ഈ സൈഡ് തന്നെ വരണം കേട്ടോ. ഞാൻ അങ്ങനെ അമ്മൻ്റെയും കൺമൻ്റെയും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവൾക്കാണല്ലോ അവിടെ നിന്ന് വരണമെന്നേ ഇല്ല കേട്ടോ. അത് കണ്ടിട്ട് ഇവിടെ നിന്ന് പോകണമെന്നേ ഇല്ല. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് ചുമ്മാ നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നേ. കണ്ടോ, നിറച്ചും ആമയുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോ എടുത്തു കേട്ടോ. ഇത് സൂം ചെയ്ത് കുറേ എടുത്തു. ഇതുപോലെ ഇങ്ങനെ കോട്ടൻ്റെ സൈഡൊക്കെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയാണ് കേട്ടോ എനിക്ക് കാണിച്ചു തന്നത്. ആൾ പെട്ടെന്ന് വരികയും ചെയ്തു, പെട്ടെന്ന് പോവുകയും ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നു. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മേടിക്കാതെ വീട്ടിൽ പോകില്ല കേട്ടോ. ഞാൻ മേടിച്ചത് ഉപ്പിലിട്ട മാങ്ങയാണ്. അമ്മയ്ക്ക് കാണാൻ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാനും കൺമണി മാത്രം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അവൾ ഇതിൽ എരിവുണ്ടെങ്കിൽ അവൾക്ക് ഒരു പ്രശ്നമില്ല, അവൾ കഴിച്ചോളും കേട്ടോ. അങ്ങനെ ഞാനും മാങ്ങയൊക്കെ കഴിച്ചു. ആദ്യം ഞാൻ മുളകില്ലാത്തതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നിറച്ച് മുളക് കൂടി ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും ഞാനും കൺമണിയും കൂടെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അമ്മ ചിറ്റൂർക്കാണേ, ഞാൻ കുന്നാച്ചിയിലേക്കും. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ കയറി ബസ്സിൽ കയറി വീട്ടിലേക്ക് വന്നു. വീടെത്തിയതും എൻ്റെ മകൾ എനിക്കൊരു പണി തന്നു കേട്ടോ. വേറൊന്നുമല്ല, നെയിൽ പോളിഷ് മൊത്തം അവിടെ കൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ വന്ന് കുറച്ച് കോവയ്ക്ക എടുത്ത് വറുത്തു കേട്ടോ. കാലത്ത് സാമ്പാർ മാത്രമേ വെച്ചുള്ളൂ. അങ്ങനെ അതൊക്കെ വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ പരിപാടി.